2025 ചിങ്ങം രാശിക്കാർക്ക് എന്ത് ഫലം നൽകും? അതായത് ശനിയുടെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യുമോ എന്നുള്ളതാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ശനി എന്ന ഒരു ഗ്രഹത്തെ പറ്റി പറയുമ്പോൾ തന്നെ മൊത്തത്തിൽ എല്ലാവർക്കും തന്നെ ഒരു ഉൾവിളി ഉണ്ടാവും. കാരണം അയ്യോ, ഈ കാലഘട്ടം എനിക്ക് ശനിയുടെ ആ ഒരു ദശയാണ് നടക്കുന്നത്, വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെ ആയിരിക്കുമെന്ന്. എന്നാൽ ഈ ഒരു ചിന്താഗതി നമ്മൾ മാറ്റം വരുത്തണം എന്ന് തന്നെയാണ് എൻ്റെ പൊതുവായ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ. ഇന്ന് ശനിയാണെങ്കിൽ നാളെ ഞായർ എന്ന ചിന്താഗതിക്കാരനാണ് എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു പോകുന്നത്. അതായത് നമുക്ക് ഈ കാലഘട്ടങ്ങളൊക്കെ എല്ലായിടത്തും മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതായത് ഈ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും കലണ്ടറിൽ നോക്കിക്കൊണ്ട് പോകുന്നത്. ഇന്ന് ചന്ദ്രനാണെങ്കിൽ നാളെ ചൊവ്വ, അത് കഴിഞ്ഞിട്ട് ബുധൻ, അത് കഴിഞ്ഞിട്ട് വ്യാഴൻ, അത് കഴിഞ്ഞിട്ട് വെള്ളി, അത് കഴിഞ്ഞ് ശനി, അത് കഴിഞ്ഞ് ഞായർ, ഇങ്ങനെയൊക്കെയുള്ള ഇതാണ്. അപ്പൊ കലണ്ടറിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഗ്രഹങ്ങളുടെ ഓരോ ദിവസങ്ങളും ആ ഒരു ഗ്രഹസ്ഥിതിയും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് വ്യാഴാഴ്ച, അപ്പോൾ ഇന്ന് ഗുരുവിന്റെ ദിവസമാണ്, അപ്പോൾ ഗുരുദശ അങ്ങനെ കണക്കാക്കാം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിനനുസൃതമായിട്ടാണ് നമ്മുടെ ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശനി എന്ന് പറയുന്നത് തൊഴിൽ കാരകനും തന്നെയാണ്, അതുപോലെ ആയുസിന്റെ കാരകത്വം ഉള്ള ഗ്രഹവും കൂടിയാണ് ശനി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഗ്രഹം ഈ ചിങ്ങം രാശിക്കാർക്ക് എന്ത് ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതത്തിൽ ശനി കൈകടത്താത്ത ഒരു ഇടങ്ങളും ഇല്ല എന്ന് വേണം പറയാനായിട്ട്. അതായത് തൊഴിലിടങ്ങളിൽ കൈവയ്ക്കും, ആയുസ്സിൽ കൈവയ്ക്കും, നമ്മുടെ അപകടങ്ങൾ, അതായത് വാഹന അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഇടത്ത് കൊണ്ടുവന്ന് കൈവയ്ക്കും, അതുപോലെ മറ്റു പലരും കല്യാണം നടത്താതിരിക്കാനായിട്ട് കൈവയ്ക്കും, അതുപോലെ കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും, വസ്തു വാങ്ങാതിരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പല ഇടങ്ങളിലും ശനിയുടെ ഇടപെടൽ ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല എന്ന് വേണം പറയാൻ. വെറുതെ ഒരു മനുഷ്യൻ ഇരുന്നാൽ പോലും അവന്റെ പടലിലേക്കും കൊണ്ട് വല്ലവന്റെയും പ്രശ്നങ്ങൾ കൊണ്ട് ചുമന്നുകൊണ്ട് വെച്ച് വരുന്നതും ശനി തന്നെയാണ്. അതും ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോ വിശ്വാസങ്ങൾക്ക് നമുക്ക് ഇവിടെ വിലയില്ലാതെ പോകുന്നു എന്ന് തന്നെയാണ്. ഈശ്വരനെ വിളിക്കുമ്പോൾ ഈശ്വരൻ നമുക്ക് വിളി കേൾക്കാത്ത ഒരു സാഹചര്യമാണല്ലോ ദൈവമേ എന്ന് വിളിച്ചു പോകുന്ന ഒരു കാര്യം. എന്ത് കാര്യം പറഞ്ഞാലും ദൈവത്തിനും തർക്കുത്തരം മാത്രമേ ഉള്ളൂ, ചോദിക്കുന്നതിന് മറുപടി ഇല്ല. അപ്പൊ കിട്ടുന്നത് മുഴുവൻ പ്രഹരങ്ങൾ മാത്രമായിരിക്കും. അപ്പൊ ശനിയുടെ ആ ഒരു ഇടപെടൽ ഈ ഒരു രീതിയാണ് കഴിഞ്ഞത്. പക്ഷെ അദ്ദേഹം നല്ല കാലങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുമെന്നുള്ളതും ഉണ്ട്. അതായത് അദ്ദേഹം വരുന്ന ഇപ്പൊ ഏതൊരു രാശിക്കുള്ളിൽ അദ്ദേഹം ദശ നടത്താനായിട്ട് വന്നാലും 19 ആണ്ട് കാലം കാണും. ഈ 19 ആണ്ടില് 6 വർഷക്കാലം നമുക്ക് വളരെയേറെ നന്മകൾ തന്നെയായിരിക്കും പ്രദാനം ചെയ്യുന്നത്. ഈ ഒരു നല്ല കാലത്തെയാണ് നാം പ്രയോജനപ്പെടുത്തേണ്ടി ഉള്ളതും എന്നതും കൂടി മനസ്സിലാക്കുക. ഇപ്പോ മിഥുനം രാശിയിലൊക്കെ ഉള്ള പുണർവം നക്ഷത്രക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ ശനിദശ വരുമ്പോൾ ഒരു നല്ല കാര്യം നടക്കും. എന്താണെന്ന് വെച്ചാല് അവർക്ക് ഗുരുദശയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ശനിദശ കാലമാണ്. ആ ഒരു ശനിദശ കാലത്ത് മിക്കവാറും ചിലർക്ക് മാതാപിതാക്കളെയൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഈ പുണർവ നക്ഷത്രക്കാർക്കൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു വരുമ്പോൾ കൃത്യമായി 22 വയസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരു നല്ല ജോലി കിട്ടിയിരിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് ഈ ഓരോ നല്ല കാര്യങ്ങളും അദ്ദേഹം ചെയ്യും. ഒന്ന് എടുത്തിട്ടേ ഒന്ന് തരുള്ളൂ, അത് വേറെ കാര്യം. നമ്മളിൽ നിന്നും ഒരു കാര്യം നഷ്ടപ്പെടുത്തിയിട്ട് മറ്റൊന്ന് നൽകും. അത് ശനി കൃത്യമായിട്ടും ചെയ്യും. അല്ലാതെ ഒന്നും എടുക്കാതെ അദ്ദേഹം ഒന്നും നമുക്ക് നൽകില്ല. ഇപ്പോൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഈ കുറച്ചു കാലം, അതായത് ഒരു 3 വർഷത്തോളം കണക്കാക്കാം, ഈ മകം എന്ന ഒരു നക്ഷത്രത്തിൽ പിറന്നവരൊക്കെ തന്നെ വളരെയേറെ ദുഃഖാവസ്ഥയിലൊക്കെ സഞ്ചരിച്ച ആൾക്കാർ തന്നെയാണ്. കാരണം അവർക്ക് ഇനി ആകാശത്ത് പുതിയ നക്ഷത്രങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുക. അത്രത്തോളം അവർ എണ്ണി തീർത്ത് കാണും. അതായത് ഈ ലോകത്തിന് എത്ര എണ്ണം ഉണ്ടോ അതൊക്കെ അവർ തീർത്ത് കാണണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. കാരണം അത്രത്തോളം ദുഃഖാവസ്ഥയിലൊക്കെ അവർ സഞ്ചരിക്കുകയും വളരെ മോശസ്ഥിതികളിലൊക്കെ വരികയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 20 വയസ്സിന് ശേഷം, അതായത് കുറച്ച് അധ്വാനിച്ച് ജീവിക്കണം എന്ന ഒരു തോന്നലിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫലം അവർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് കുടുംബപരമായ ഇടങ്ങളിലുള്ള ബുദ്ധിമുട്ട്, തൊഴിൽപരമായ ഇടങ്ങളിലുള്ള ബുദ്ധിമുട്ട്, സുഹൃത്തുക്കളാലുള്ള ബുദ്ധിമുട്ട്, അച്ഛനാലെ ബുദ്ധിമുട്ട്, അമ്മയാലെ ബുദ്ധിമുട്ട്, അങ്ങനെ ഒന്നും പ്രത്യേകമായിട്ട് പറയാനില്ല. എല്ലാ ഇടങ്ങളിലും ഈ മകൻ നക്ഷത്രക്കാര് എല്ലാം നുള്ളിപ്പറക്കി കാണും. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ഞാൻ ഈ പറയുന്നതുകൊണ്ട് വിഷമങ്ങളൊന്നും തോന്നുന്നത്, കാരണം എനിക്ക് ഉള്ളതുപോലെ പറയുവാനേ അറിയാവൂ. അല്ലാതെ ഈ പൊങ്ങച്ചം പറയുന്ന ഒരു രീതിയൊന്നും എനിക്കില്ല, ഉള്ളത് തുറന്നു പറയുക. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഇനി വരുന്ന കാലമെങ്കിലും നല്ല ഒരു ഫലം കിട്ടുമോ എന്നതാണ് ഞാനിവിടെ നോക്കുന്നത്. ശനീശ്വരൻ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് എങ്കിലും നിങ്ങളെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചു കാണും, അല്ലെങ്കിൽ നിങ്ങളൊരു പാഠം പഠിച്ചു കാണും എന്ന് തന്നെ ശനീശ്വരന് ഉറപ്പുള്ളതുകൊണ്ട് ഇപ്പോ അദ്ദേഹം അഷ്ടമശനിയുടെ രൂപത്തിലാണ് നിങ്ങളുടെ ഈ ഒരു രാശിക്കുള്ളിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അഷ്ടമശനിക്കാലം എന്ന് പറഞ്ഞ് കേട്ട് നിങ്ങൾ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഈ രാശിക്കുള്ളിലെ നക്ഷത്രക്കാർക്കൊക്കെയും അത് വളരെയേറെ നന്മ പ്രദാനം ചെയ്യുന്ന ഒരു കാലം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത്രയും കാലം നിങ്ങൾക്ക് വാങ്ങിക്കൂട്ടിയ
അടികൾക്കും തെറികൾക്കും ഒക്കെ ഒരു നല്ല ഒരു തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായി തന്നെയാണ് മാറുന്നത്. എവിടെ നിന്നൊക്കെ എന്തൊക്കെ കിട്ടിയോ അതിന്റെ 10 ഇരട്ടി നിങ്ങൾ തിരിച്ചു കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ആയിക്കൊള്ളൂ, അല്ലെങ്കിൽ ഒരുങ്ങിക്കൊള്ളുക എന്ന് തന്നെയാണ് ശനീശ്വരൻ പറയുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു മനോഭാവത്തെ ചൂഷണം ചെയ്തവർക്കും, അതുപോലെ നിങ്ങളുടെ നന്മകൾ തിരിച്ചറിയാതെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നൽകിയവർക്കും, സമ്പത്തുപരമായ രീതിയിൽ പറ്റിച്ചവർക്കും ഒക്കെ തന്നെ തിരിച്ചടികളൊക്കെ ലഭിക്കുവാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അത് തിരികെ കൊടുക്കാനായിട്ട് പോകുന്നു എന്ന് മാത്രം ചിന്തിക്കുക. ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. കുടുംബത്തിനുള്ളിലായാലും പുറത്തായാലും സുഹൃത്തുക്കൾക്കായാലും ഏതൊരു ഇടത്താണെങ്കിലും തൊഴിലിടങ്ങളിലാണെങ്കിലും അതിൻ്റെതായ പ്രഹരം നിങ്ങൾ തിരിച്ചു കൊടുക്കാനായിട്ട് ഒരുങ്ങി ഇരുന്നു കൊള്ളുക. കാരണം 2027 നിങ്ങൾക്ക് വളരെയേറെ നന്മകൾ തന്നെയാണ് ഈ ശനീശ്വരൻ പ്രദാനം ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ രാശിയുടെ അഷ്ടമഭാവത്തിലാണ് ശനിയുടെ ഈ ഒരു പ്രവേശനം എന്ന് പറയുന്നത്. അഷ്ടമഭാവം, ഈ ഒരു രാശിയുടെ അഷ്ടമഭാവം എന്ന് പറയുന്നത് മറവ് സ്ഥാനമാണ്. അതായത് ഞാൻ ഇനി മറഞ്ഞിരിക്കുവാനായിട്ട് പോവുകയാണ്, അടി നിങ്ങൾ തുടങ്ങിക്കൊള്ളുക, കൊടുക്കേണ്ടിടങ്ങളിൽ കൊടുത്തു തുടങ്ങുക എന്ന ഒരു ഉത്തരവ് അദ്ദേഹം നിങ്ങൾക്ക് നൽകുകയാണ്. അതിനാൽ തന്നെ സാക്ഷാൽ ആദിപരാശക്തി ആ ദേവി നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം തന്നെ ആണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ അല്ലെങ്കിൽ ദേവി നിങ്ങൾക്ക് മുന്നിൽ പ്രസാദം ചെയ്യുന്നു. ജാതി മത വ്യത്യാസമൊന്നുമില്ല. അവരവരുടെ കുടുംബപരമായ ഈശ്വരൻ ആരാണോ, മതപരമായ ഈശ്വരൻ ആരാണോ, അദ്ദേഹം നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയുവാനായിട്ട്. അതുകൊണ്ട് തന്നെ പ്രഹരങ്ങൾ വന്ന ഇടങ്ങളിലൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കൊള്ളുക. അവിടെയൊക്കെ വിജയം നിങ്ങളുടെ മുന്നിൽ തന്നെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം മറഞ്ഞിരിക്കുകയാണ് ഈ ശനീശ്വരൻ എന്ന് പറയുന്ന ഈ ഒരു ഗ്രഹം. തടഞ്ഞു വച്ചിരുന്ന ജോലി കിട്ടാൻ പോകുന്നു. അതുപോലെ തന്നെ പണം സംബന്ധപ്പെട്ട ഇടങ്ങളിൽ ബാങ്കിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വീട് വെക്കാനൊക്കെ ലോണുകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടാവും, അതൊക്കെ കിട്ടാനായിട്ട് പോകുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ. നിങ്ങൾ കല്യാണം തടസ്സപ്പെട്ടു പോയിട്ടുണ്ട്, അതൊക്കെ തിരികെ വരുന്ന കാര്യങ്ങളുണ്ട്. അതായത് പോയ കല്യാണം തിരിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലും പല ഇടങ്ങളിൽ നിങ്ങൾക്ക് നല്ല കാലം ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അതുപോലെ കുട്ടികൾ സംബന്ധപ്പെട്ട കാര്യത്തിലും നിങ്ങൾക്ക് വളരെയേറെ ഒരു നല്ല ഫലത്തെ ആയിരിക്കും ഈ ഒരു വർഷം പ്രധാനം. 2027 വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഈ ജനുവരിയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ജനുവരിയിൽ തന്നെ അത് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യരുത്. മുന്നിലേക്കുള്ള വഴികൾ തുറക്കുന്നു എന്ന ഒരു ഇത് തന്നെയാണ് തരുന്നത്. അടഞ്ഞിട്ടില്ല, തുറക്കുന്നു. അതുകൊണ്ട് കിട്ടാനുള്ള ഇൻക്രിമെന്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വരുന്നത്. കോൺട്രാക്ട് ബേസിലൊക്കെ വർക്കുകൾ തടസ്സപ്പെട്ടിരിക്കുന്നവർക്ക് അതിൻ്റെതായ വർക്ക് കിട്ടും. വലിയ വലിയ വർക്കുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പലരും തരാത്ത സാഹചര്യങ്ങൾ, അവിടെയൊക്കെ നിങ്ങൾക്ക് അത് തരുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നിരവധി ഇടങ്ങളിൽ എല്ലാ വാതിലുകളും നിങ്ങൾക്ക് മുന്നിലേക്ക് തുറക്കുന്ന ഒരു സാഹചര്യവും സമയവും തന്നെയാണ്. അപ്പോൾ ഇവിടെ സംഭാഷണങ്ങളിൽ, വാക്കുകളിൽ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ്. നിങ്ങളുടെ ശരികൾ നിങ്ങൾക്ക് മാത്രമാണ് ശരി എന്ന ഒരു മനോഭാവം ഉണ്ടാവണം. കാരണം മറ്റുള്ളവർക്ക് അത് ശരി അല്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് എല്ലായിടങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനെ ശനീശ്വരൻ ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അഹങ്കാരി എന്ന ഒരു പദം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് മിതത്വം പാലിക്കുക, കുടുംബത്തിനുള്ളിൽ മിതത്വം പാലിക്കുക, അതുപോലെ തൊഴിലിടങ്ങളിലും മിതത്വം പാലിക്കുക. ഒരു ഫംഗ്ഷന് പോകുമ്പോഴും നമ്മൾ ആരെക്കാളും വലിയ ആളല്ല, നമ്മൾ എല്ലാവരിലും ചെറിയ ആളാണ് എന്ന ഒരു ചിന്താഗതിയിൽ നിൽക്കുക. ആ ഒരു നിൽക്കുമ്പോൾ എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ച് നിങ്ങളുടെ അടുക്കൽ തന്നെ ആൾക്കാർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നിങ്ങൾ വലിയ രീതിയിൽ എടുത്തു ചാടി എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ ഈ എന്തിനാവശ്യമില്ലാത്ത ചാടിക്കയറി വന്നിരിക്കുന്നെന്ന് പറഞ്ഞ് നിങ്ങളെ പിടിച്ച് പുറത്താക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. നേരത്തെ ഉണ്ടായത് അത് തന്നെയാണ്. ഇപ്പോ ചിന്തിച്ചു പോകേണ്ടത് ഈ ഒരു രീതിയിലാണ്. തീർച്ചയായിട്ടും നല്ല ഫലം നിങ്ങൾക്കുണ്ട്. ഇത്തരം നല്ല കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയാനുള്ള കാരണം ശനി ചെന്ന് ഇരിക്കുന്നത് 11ാം ഭാവത്തിലേക്കാണ്. അതായത് നിങ്ങളുടെ രാശിക്ക് അഷ്ടമ ഭാവത്തിലാണെങ്കിൽ രാശി ചക്രത്തിന്റെ 11ാം ഭാവത്തിൽ, 11ാം ഭാവമായ എന്ന് പറയുമ്പോൾ അവിടെ ലാഭ സ്ഥാനമായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലാഭങ്ങളുടെ ആ ഒരു സ്ഥാനമാണ് അവിടെ വരുന്നത്. സമ്പത്തുപരമായ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും ലാഭം തന്നെയാണ്, തൊഴിൽപരമായ കാര്യത്തിൽ. പക്ഷേ എന്ന് കരുതി ഇതുപോലെ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പണം പാഴാക്കി കഴിഞ്ഞാൽ അതിനൊന്നും ഈ പറയുന്ന ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല. കാരണം ചിലർ എനിക്ക് 10,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 25,000 രൂപ കിട്ടി എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും. അതൊക്കെ അപ്പോൾ കിട്ടിക്കാണും, ഇനി അത് കിട്ടൂല എന്ന് തന്നെ മനസ്സിലാക്കുക. ഇൻട്രാ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു അത്യാവശ്യം ലാഭം കിട്ടുന്നു. കിട്ടിയ ലാഭത്തിന് അപ്പോഴേ തന്നെ വിഴുങ്ങുക, എടുക്കുക. അത് ഇട്ട് വീണ്ടും വലുതാക്കാൻ നോക്കി കഴിഞ്ഞാൽ ഉള്ളത് കൂടി പോയി കിട്ടുന്ന ഒരു കാലഘട്ടം ആയിരിക്കും. പണം സംബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ അധ്വാനിക്കുന്ന പണം മാത്രമായിരിക്കും അദ്ദേഹം തരിക. ലാഭം മോഹിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ അദ്ദേഹം ശനീശ്വരൻ എടുത്തു മാറ്റുക തന്നെ ചെയ്യും എന്നുള്ളതും കൂടി മനസ്സിലാവും. അതുകൊണ്ട് ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളൊന്നും ചെന്ന് ചാടി കൊടുക്കരുത് ഈ ഒരു കാലഘട്ടത്തിൽ.